എന്താണ് ഒരു പ്രതീക്ഷ എന്നുള്ള നിലയിൽ തോന്നുന്നത്? കോമൺ ആയിട്ടുള്ള മനുഷ്യനെ സഹായിക്കുന്ന ഒരു ബജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഉള്ള അലോട്ട്മെൻറ്റ് തീരെ കുറവായിരുന്നു ബഡ്ജറ്റിൽ. അത് ഈ വർഷം കൂടുതൽ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ രണ്ട് സെക്ടറും ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ കോമൺ മനുഷ്യന് ഉള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്തിൻ്റെ അലോട്ട്മെൻറ്റ് ഔട്ട്ലേയും അതുപോലെ എഡ്യൂക്കേഷൻ്റെ ഔട്ട്ലേയും ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു അത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം കേരളത്തിൽ ഹെൽത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അലോക്കേഷൻ കൂടുതലാണ്. പക്ഷെ നമ്മൾ കേന്ദ്ര ബജറ്റ് എടുത്തു കഴിഞ്ഞാൽ GDP-യുടെ 0.47% മാത്രമാണ് വിദ്യാഭ്യാസത്തിന്, 0.26 ഹെൽത്തിനെന്ന് തോന്നുന്നു. അത്രയും കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹെൽത്തിന് വേണ്ടിയും എഡ്യൂക്കേഷന് വേണ്ടിയും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, ഡൗൺ സൈസ് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്ര വകുപ്പുകളും നീതി ആയോഗമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ എലിജിബിളായിട്ടുള്ള ഒരുപാട് പാവങ്ങൾക്ക് ശരിക്കും മരുന്ന് വില സബ്സിഡൈസ് റേറ്റിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ എഡ്യൂക്കേഷനകത്തും ഒരുപാട്, പ്രത്യേകിച്ചും പ്രൈമറി എഡ്യൂക്കേഷനകത്തൊക്കെ ഡെയിലി ഉള്ള സപ്ലൈസ്, ദാറ്റ് മീൻസ് ഡെയിലി കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ആഹാരം വരെയും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെയുള്ളൊരു റിലീസ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദാറ്റ് വിൽ ഹെൽപ്പ് ദ ഗവൺമെൻറ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. അത് ഗവൺമെന്റിനെ സഹായിക്കും എന്നുള്ളതാണ് പറയാൻ. താങ്ക് യു. ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ നീക്കിയിരിപ്പ് വേണം എന്നുള്ളതാണ് ഒരു ആവശ്യം.